സമയം ഇപ്പം രാവിലെ 5:45 കഴിഞ്ഞിട്ടുണ്ട്. നേരം വെളുത്തിട്ടില്ല. കർഷകന് കൃഷി ചെയ്യാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. നേരം നല്ല ഇരുട്ടാണ്. ഇവിടെ ഒരാൾ ചെടിച്ചട്ടിയിൽ രാവിലെ എണീറ്റിരുന്ന് ചീരയുടെ വിത്തുകൾ നടുക. ഒഴിഞ്ഞ ചെടിച്ചട്ടിയിൽ ചെടിച്ചട്ടി എടുത്ത് വെച്ചപ്പോൾ അതിനകത്ത് മണ്ണ് മാന്തുന്ന ജാക്കി. അപ്പോൾ അവനെ എടുത്ത് കൂട്ടിച്ചിട്ട് അവിടെ ഒരു തല വെളിയിലോട്ട് ഇടക്കുന്നുണ്ട്. വയറ്റി റാണി ജിമ്മിയും വെളിയിലുണ്ട്. റാണി ജാക്കിയുടെ കൂടെ പോയി കൂട്ടി കയറി. ജിമ്മി കൂട്ടാ. ജിമ്മിക്ക് ഭയങ്കര തുമ്മല് രാവിലെ. എവിടെയെങ്കിലും മൂക്ക് കെട്ടി കാണും, അതായി തുമ്മുന്നത്. ഞാനിപ്പം ജാക്കീനെ വിളിക്കുന്ന പേര് ടാക്കു എന്നാ. ടാക്കു കൂട്ടിലായി പോയാ മക്കളെ. മണിക്കുട്ടാപ്പി ഇതാ പാലൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. രാവിലെ ഞങ്ങളുടെ മിക്സി അങ്ങ് പണി മുടക്കിയപ്പോൾ ഇനിയിപ്പം കറി തേങ്ങ അരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു എളുപ്പമാർഗ്ഗം കണ്ടുപിടിച്ച് ഞാനൊരു പാത്രം എടുത്തും കൊണ്ട് അയ്യത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നു. അയ്യത്തെന്ന് ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു അനിയത്തി എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ അയ്യത്തെന്ന് പറഞ്ഞാൽ എന്തോ ചേച്ചി മീനിങ് എന്ന്. ഞങ്ങളിവിടെ കൊല്ലംകാർ അയ്യത്ത് എന്ന് പറഞ്ഞാൽ പറമ്പിൽ എന്നാണ് അർത്ഥം. പറമ്പിൽ പുരയിടത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഞാൻ രാവിലെ പാത്രം എടുത്തുകൊണ്ട് പോയി സാമ്പാർ ഉണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് പറമ്പിലൊന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് വഴുതനയും കിട്ടി. പിന്നെ കുറച്ച് കോവയ്ക്ക, പിന്നെ ഞങ്ങളെ പയറിൽ ആദ്യമായിട്ട് പിടിച്ചത് ഒരു പയർ ഇതും കിട്ടി. പിന്നെ ഞാനൊരു കപ്പയ്ക്ക എടുത്ത്, ചില നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയും ഇതിന്. ഇതൊരു കുഞ്ഞൊരു കപ്പയ്ക്ക നോക്കി ഞാൻ പിച്ചി. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിനുള്ള സാധനങ്ങളായി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതാണ്ട് രാവിലെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ചോറ് ഒരു കലം ഇവിടെ ഊറ്റിയിട്ടിട്ടുണ്ട്. ഒരു കലം ചോറ് ഊറ്റിയിട്ട് പിന്നെ അവർക്കുള്ള കറിയാണ് അതാണ്ട് ഇവിടെ അടുപ്പിൽ വേവുന്നത്. ഇത് ഞങ്ങൾക്കുള്ള ചോറ് വെച്ചിരിക്കുകയാണ്. ഗ്യാസ് മഴയൊക്കെ ആയതുകൊണ്ട് വിറക് ക്ഷാമം, അപ്പം ഗ്യാസിലാണ് ഇപ്പം പരിപാടിയല്ല. പിന്നെ കുറച്ച് ചോറ് ഇതാണ്ട് ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും കടയിലെ ഡോഗ്സിനുള്ളത് കുറച്ച് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു കലത്തിൽ ഇവിടെ റെഡിയാക്കി ചോറ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1-2 കലത്തിൽ കൂടെ വേവിച്ചാലേ നമ്മൾ ഇവിടുത്തെ ഡോഗ്സിനും പുറത്തുള്ള ഡോഗ്സിനും എല്ലാം കൂടെ ചോറ് തികയത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചോറൊക്കെ രാവിലെ വെച്ചിട്ട് ഇവർക്കുള്ള കറി നമുക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ പോകുന്നത്. കുട്ടിപ്പട്ടാളങ്ങൾ ബാക്കിലാണ്. ഇവിടെ ഇപ്പം ജിമ്മി റാണിയും വൈറ്റിയും ജാക്കിയും മാത്രമേ ഉള്ളൂ. വേണ്ട മണിക്കുട്ടാപ്പി ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ചുരുണ്ടോടി കിടക്കുക. രാവിലെ നല്ല തണുപ്പല്ലേ, പാലൊക്കെ കുടിച്ചു മരുന്നൊക്കെ കുടിച്ചിട്ട് കിടക്കുക. ഇനി ഇത്തിരി കഴിയുമ്പോൾ രാവിലത്തെ ഫുഡ് കൊടുക്കണം അവൾക്ക്. ജിമ്മി എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ജിമ്മിയെ ഉറങ്ങുവാണോ? വൈറ്റ് താണ്ട് കിടക്കുന്നു. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? വൈറ്റമ്മ ചുരുണ്ടുകൂടി പറയും. ഇനി ജാക്കി ബാക്കി പോയെന്ന് തോന്നുന്നു. ഇനി ജിമ്മിയും കൂടെ റാണിയമ്മ അതോ കാറിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരുന്നു. റാണിക്കുട്ടീനെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഏത് സമയം കാറിൻ്റെ അടിയിൽ കിടന്ന് ഉറക്കമാണ്, എപ്പോഴും ഉറക്കം. ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങും. ഒന്നുകിൽ കാറിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ പടിയിൽ. ഇവിടെ രണ്ടിടത്താണ് കൊച്ചിൻ്റെ ഉറക്കം മൊത്തം. ജിമ്മിച്ചെന്താ വന്നു. അപ്പോൾ ജാക്കി ബാക്കി പോയിരിക്കുകയാണ് കേട്ടാ. ഇത്രയും നേരം വിളിച്ചിട്ട് വന്നില്ലല്ലോ, ഇപ്പം എന്ത് വന്നേ? നമുക്ക് പാല് വന്നില്ല. കുപ്പി അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അവിടെ ആ മതിലിൻ്റെ സൈഡിൽ കുപ്പി വെച്ചിട്ടുണ്ട്. പാല് വന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പാല് കൊണ്ടുവരുന്നത്. ചാക്കിച്ചെന്താ വന്നത്? ഇവിടെ ഉണ്ടായിരുന്നു താഴെ. ഞാൻ കരുതി ബാക്കി പോയെന്ന്. ഇങ്ങോട്ടെന്തോ നോക്കുന്നത്? വണ്ടി ഒരെണ്ണം പോയതിൻ്റെ സൗണ്ട് കേട്ട് നോക്കിയത്. ടാക്കു ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ വന്ന് പുറത്തെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇവിടെ നല്ല വെട്ടമായിരുന്നു. ഇപ്പം ഇതിനകത്ത് വെട്ടമായിട്ട് തോന്നും, പക്ഷെ പെട്ടെന്ന് അങ്ങ് ഇരുണ്ട് അടച്ചുണ്ട്. അതോ മഴക്കോളങ്ങായി. പെട്ടെന്ന് മഴക്കോളങ്ങ് വന്നു ഉണ്ടോ? ഒരു ഇരുട്ട് പോലെ ചെറിയ പാല് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ പാലും രാവിലെ വന്നിട്ടുണ്ട്. പേപ്പർ വന്നോ? എന്ന് പേപ്പർ നോക്കിയാ? പേപ്പർ ഗേറ്റിൻ്റെ വെളിയിലെങ്ങാനും കിടപ്പുണ്ടോ നോക്കിയേ. അന്ന് കാലി ചെരുപ്പിട്ടിട്ടില്ല, സ്ലിപ്പാ. പേപ്പർ ഇതോ കയറ്റി ഇരിപ്പുണ്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് മൊത്തം നനഞ്ഞങ്ങ് പോവും. പേപ്പർ
ചില ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല, പേപ്പർ കയറ്റി തന്നെ ഇരിക്കും, ഫുൾ നനഞ്ഞൊരുമാതിരി കുഴ ആകുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഉണക്കിയെടുക്കും, ചിലപ്പോൾ വായിക്കാൻ പറ്റും, ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. അന്ന് രാവിലെ കൃഷിപ്പണിയില്ല, മഴ പെയ്യുന്നത് നനഞ്ഞും കൊണ്ടേ അണ്ണൻ കൃഷി ചെയ്യത്തുള്ളൂ. മഴ നനഞ്ഞ് കൃഷി ചെയ്യുന്ന അണ്ണൻ്റെ ഒരു ഹോബിയാണ്. ചെരുപ്പം ഇവിടെ തെറ്റി വീഴുന്നതാ ഈ പായലിൽ കൂടെ നടക്കുന്നത്. അപ്പം രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത രീതികൾ. നേരം വെളുത്ത് കഴിഞ്ഞാൽ നല്ല പണിയാണ്, രണ്ടുപേർക്കും നല്ല പണിയാണ്. അപ്പോൾ റാണിയമ്മേ ഒരു ബൈ പറഞ്ഞ്. റാണിയമ്മ നമുക്ക് നോക്കി. ചാക്കപ്പൂ ജിമ്മി ഒന്ന് നോക്കടേ, കഴിഞ്ഞിട്ട് വലിയ ഗമയായിട്ടിരിക്കുക. അതാ നല്ല കാറ്റ് കേട്ടാ, ഇതോ നല്ല അടിപൊളി കാറ്റ്. ഇതൊക്കെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴുന്നോന്ന് അറിഞ്ഞില്ല, ഭയങ്കര കാറ്റ്. ഇത് ഞങ്ങളുടെ അയൽപ്പക്കമാണ് കേട്ടോ, വീടിനോട് ചേർന്നൊരു ഒരു വീടുണ്ട്. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മിക്ക വീഡിയോയിലും ഞാൻ എല്ലാം കാണിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അടുക്കളയിൽ നല്ല പണിയുണ്ട്, അതുകൊണ്ട് ഈ മഴയൊക്കെ ആസ്വദിച്ചത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ മൂന്നാളും കൂടെ. മൂന്നാളല്ല, അത് മൂന്നരയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അര താണ്ട കിടക്കുന്നു, ബാക്കി മൂന്നെണ്ണം ഇതായിരിക്കുന്നു. മഴ ആസ്വദിച്ച് കാറ്റും ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.